പെട്ടെന്ന് 2 ആഴ്ച കഴിഞ്ഞത്. ചേച്ചിനി എന്താ മോളെ ഇങ്ങനെ പറഞ്ഞില്ലേ? ഞാൻ അടുത്ത മാസം ഇങ്ങെത്തും. പോട്ടെ ആന്റി, അച്ഛാ, പോട്ടെ മോളെ. മക്കളൊക്കെ ഉറങ്ങിയോ? അച്ഛന്റെ വരവും കത്ത് 2 പേരും ഉറങ്ങാതെ കിടക്കുക. എനിക്കറിയാം, ഞാൻ വരാതെ എന്റെ മക്കൾ ഉറങ്ങൂല. അയ്യോ, ഞാൻ മറന്നല്ലോ മോളെ, നാളെ കൊണ്ടുവരാം. എന്റെ മോനില്ലാതെയാണോ? നാളെ അച്ഛൻ മറന്നു പറയോ? ഇല്ല മോളെ, നാളെ എന്തായാലും അച്ഛൻ പാദസരം കൊണ്ടേ വരൂ. ഇനി മക്കൾ പോയി കിടന്ന് ഉറങ്ങിക്കോ കേട്ടോ. ചെല്ല് ചെല്ല്. ചിന്നുമോൾ ഇങ്ങനെ കൊതിപ്പിക്കണോ? സുമതി, ഒന്നും ഓർമ്മയില്ലാഞ്ഞിട്ടല്ല, മറന്നിട്ടുമല്ല. എന്നെ കൊണ്ട് കഴിയണ്ടേ? പട്ടണിയും പരിവട്ടമായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടല്ലോ. അതും ആ മാധവ മാഷ കനിവുകൊണ്ട. മക്കൾ വല്ലതും കഴിച്ചോ? ഒന്നും മിണ്ടാതിരി മനുഷ്യ, മക്കളോടുള്ള ഒരു സ്നേഹം. നിങ്ങൾക്ക് വല്ലതും വേണം കഴിക്കാൻ. വാ, എന്നിട്ട് വേണം എനിക്കൊന്ന് കിടക്കാൻ. ഞാൻ കുറച്ചു നേരത്തെ ഭക്ഷണം കഴിച്ചതാ. പിന്നെ നീ അങ്ങനെ ഒറ്റയ്ക്ക് കിടക്കണ്ട കേട്ടാ, തണുക്കും. മനുഷ്യ ഹലോ, അതെ, അനിത ഫസ്റ്റ് BA. ഓഹോ, എവിടെയാന്നാ പറഞ്ഞേ? കെയർവെൽ ഹോസ്പിറ്റൽ. ശരി, അറിയിക്കാം. ഓക്കെ. രാവണേട്ടാ, എന്താ? അച്ഛന് സുഖമില്ലാതെ കെയർവെൽ ഹോസ്പിറ്റലാ. രാവണേട്ടൻ ഒന്ന് കൂടെ വരണം. ഇപ്പൊ വരാം. എന്ത് പറ്റിയാവോ എന്റെ ഈശ്വര? അച്ഛനകത്തുണ്ട്, മയക്കത്തില്ല. ചെല്ല്. കുട്ടി മാത്രം പോയാ മതി. അധികാരം അകത്തേക്ക് വരണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അല്ല, ഒന്ന് കണ്ടു. നിങ്ങളോടല്ലേ പറഞ്ഞത്? എന്റെ അച്ഛൻ എവിടെ? അച്ഛനോ? ഏതച്ഛൻ? ഈ പേടിക്കണ്ട കുട്ടിയെ, ഞമ്മളൊക്കെ എന്റെ അച്ഛനെ പോലുള്ള മനുഷ്യന്മാരാ. വാമോ, ഇതാരും അറിയാൻ പോണില്ല. പറയുന്നത് അനുസരിക്കുന്നതാ നിനക്ക് നല്ലത്. അന്റെ മേത്ത് ഞമ്മൾ കൈവച്ചിട്ടേ ഉള്ളൂ. അതിന് ഈ ഞമ്മടെ മേത്ത് ചെരുപ്പോണ്ട് വെച്ച് അത് ഞമ്മള് മറക്കൂല മോളെ. അല്ല, എന്തോ ഒരു കോളുണ്ടല്ലോ, പ്രോട്ടോകോൾ. അത് തെറ്റിക്കണ്ട. ആദ്യം മന്ത്രി, പിന്നെ കമ്മീഷണർ, ഒടുക്കം ഞമ്മ.
എന്ത് പറ്റി മോളെ? എന്താ ഇവിടെ നടന്നൊന്നും നീ കണ്ടിട്ടില്ല, നീ ഒന്നും അറിഞ്ഞിട്ടില്ല, മനസ്സിലായോടാ? മോളെ, എന്ത് പറ്റി മോളെ? നിനക്ക് സുഖമില്ലേ? സമസ്തകർമാർപ്പണം ഭവതി കരോമി ഞാൻ, സമസ്തമപരാധം ക്ഷമസ്വജകൽപദേ, ജനന മരണ ദുഃഖാപഹം ജഗന്നാഥം, ദിനനായക കോടി സദൃശ്യപ്രഭം രാമം, സരസാരസയുഗസുദർശനശരശാപം, കരുണാകരം കാളജലദാഭാസം രാമം, കനകരുചിരദിവ്യാംബരം രമാവാരം, കനകോജ്വലരത്നകുണ്ഡലാഞ്ജിതഗന്ധം, കമലദളലോല വിമല വിലോചനം, കമലോത്ഭവനദം മനസാ രാമമീഢേ, പുരതസ്ഥിതം സാക്ഷാധീശ്വരം രഘുനാഥം, പുരുഷോത്തമം കൂപ്പി സ്തുതിച്ചാൽ ഭക്തിയോടെ, ലോകേശാത്മജയാകുമഹല്യദാനും പിന്നെ ലോകേശ്വരനാനുജ്ഞയാ പോയിതു പവിത്രയായി, ഗൗതമമനയായ തന്റെ പതിയെ പ്രാപിച്ചുടനാദിയും തീർത്തു വസിച്ചീടിനാള. നിനക്ക് കാണണ്ടേ? നീ വരാൻ വേണ്ടി കാത്തിരുന്നതാ. മോളെ, വാതിൽ തുറക്ക്. മോളെ, വാതിൽ തുറക്ക്. വേണ്ട, തുറക്ക് മോളെ. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിങ്ങളാരാ? എന്താ? എങ്ങോട്ട് വേണം? അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. എവിടേക്കാ കൊണ്ടുപോകണ്ടേ? അയ്യോ, ഒന്നും മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയില്ല രാവണിക്ക്, അല്ലേ? നല്ല മനസ്സിന്റെ ലക്ഷണമാണത്. പക്ഷെ വേറൊരു കുഴപ്പമുണ്ട്. ഇത്തരം നല്ല ആൾക്കാർക്ക് ഭൂമിയിൽ അധികകാലം ജീവിക്കാൻ കഴിയില്ല. അല്ല, അതിപ്പോ തന്നെ രാവണിക്ക് ബോധ്യാവും. ഇവരൊക്കെ ആരാന്ന് എനിക്ക് മനസ്സിലായ? ഇത് ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ദിവാകരൻ സാർ.
അത് സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രൻ സാർ. പിന്നെ ഞമ്മള് തരാം. ഇവർക്കൊക്കെ നഷ്ടമാവുന്നത് എന്താണെന്ന് എനിക്കറിയോ? അവരുടെ സ്ഥാനവും മാനവും. തന്നോട് ഞാൻ അന്നേ പറഞ്ഞതാ, നമ്മുടെ രഹസ്യം പുറത്തറിഞ്ഞാൽ ഭവിഷ്യത്ത് ഭയങ്കരമായിരിക്കുമെന്ന്. പിന്നെ ഞങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തുന്നതും മറ്റൊരു തെറ്റുകൊണ്ടാ. അതാ ഞങ്ങള്. പിന്നെ ഇതല്പം മുമ്പ് താൻ എഴുതിയ കഥ ഇതൊന്ന് വായിക്കണോ കാതറെ? അല്ലെങ്കിൽ വേണ്ട, തനിക്ക് വായിക്കാൻ അറിയോ? ഇങ്ങതാ, ഞാൻ വായിക്കാം. എന്റെ കടങ്ങൾ എനിക്ക് താങ്ങാവുന്നതിനപ്പുറം എനിക്ക് ജീവിതം മടുത്തു. എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല. നാളെ നേരം പുലരുമ്പോ നിന്റെ ശവം ഉണ്ടാവും. ദേ അവിടെ. താങ്ങാനാവാത്ത കടം കൊണ്ട് രാവുണ്ണി ആത്മഹത്യ ചെയ്തെന്ന് ജനം പറഞ്ഞോളൂ. ഇത് ഞങ്ങളുടെയൊക്കെ ഭാവിയുടെയും നിലനിൽപ്പിന്റെയും ഏലസായി ഇവിടെ ഇരിക്കട്ടെ. താൻ ചാടുന്നോ അതോ ഞങ്ങൾ ചാടിക്കണോ? വേണ്ട സാർ, ദൈവത്തെ ഓർത്തെന്നെ കൊല്ലരുത്. എനിക്ക് 2 ചെറിയ കുട്ടികളാണ് സാറുമാരെ. ഞാൻ പോയാ എന്റെ കുട്ടികൾ അനാഥരാവും. പൊതുമരാമത്ത് മന്ത്രി ദിവാകരനും സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രനും കോൺട്രാക്ടർ കാദർ കോയയും. പരാതിക്കാരന്റെ ഭാഷയിൽ തന്റെ ഇളയ മകൾ അനിതയെ അതിക്രൂരവും മൃഗീയവും പൈശാചികവുമായ രീതിയിൽ ബലാത്സംഗം ചെയ്തിരിക്കുന്നു. അത് താങ്ങാനാവാതെ മനം നൊന്ത് അവൾ ജീവനൊടുക്കി. അതിനു സാക്ഷിയായ രാവുണ്ണി എന്ന പാവം കച്ചവടക്കാരനെ ആത്മഹത്യ എന്ന വ്യാജേന 3 സംഘം കൊല ചെയ്തിരിക്കുന്നു. കൊള്ളാം, വളരെ മനോഹരമായിട്ടുണ്ട്. എന്തൊരു ഭാഷ, എന്തൊരു പ്രസന്റേഷൻ! ആഹാ, ഒരു ബോക്സ് ഓഫീസ് സിനിമയ്ക്ക് പറ്റിയ 1-ാം തരം എലമെന്റ്. എടക്കളവ, താനും തന്റെ മോളും കൂടി ഇത് എന്തിനുള്ള പുറപ്പാടാ? താനൊക്കെ എന്ത് പോക്കിർത്തരമാണോ ഇതിൽ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്? ഈ ഒരൊറ്റ പരാതി മതി തന്നെയും താന്റെയും മോളെയും പിടിച്ച് അകത്തിടാൻ. ഇപ്പൊ എങ്ങനെയുണ്ട്? തൃപ്തിയായില്ലേ അച്ഛന്? പെറ്റീഷൻ, മാങ്ങാത്തൊലി, നിർത്തടി ഒരുമ്പട്ടോളെ. ആ പുല്ലേ, ഒരുമ്പട്ടോള് തന്റെ വീട്ടിലെ മറ്റോളായിരിക്കും. ഇങ്ങോട്ട് കയറി വരുമ്പോ തന്നെ അറിയാം താനൊക്കെ ഈ സീറ്റിൽ ഇരിക്കുന്നിടത്തോളം കാലം ഞങ്ങൾക്ക് നീതി കിട്ടാൻ പോകുന്നില്ലെന്ന്. ഒരു കീഴ്വഴക്കത്തിന് വേണ്ടി വെറുതെ വന്നു മാത്രം. ജസ്റ്റ് ഫോർ ഫോർമാലിറ്റി. എനിക്കറിയാം താനൊക്കെ മറ്റവന്റെ പാലാണെന്ന്. എന്റെ നേർക്കുയർന്ന ഈ കൈയുണ്ടല്ലോ, വെട്ടി അരിയും ഞാൻ തുടങ്ങാൻ പോവാ. മോളിന്ന് ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ, അന്ന് നീ ഉശിരുണ്ടാവണം. കാണോ CI സാറേ? കടത്തിൽ മുങ്ങി മുങ്ങി ആത്മഹത്യ ചെയ്ത പാവം രാവുണ്ണിയുടെ ആത്മശാന്തിക്ക് വേണ്ടി. എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ അജിത, നിങ്ങൾ എല്ലാവരും കൂടി കശക്കി എറിഞ്ഞ പാവം പെൺകുട്ടിയുടെ ചേച്ചി. എനിക്ക് നിഷേധിക്കപ്പെട്ട നീതി നടപ്പിലാക്കാൻ വന്നതാണ് ഞാൻ.
എന്താ? എവിടെടാ തന്റെ മോള്? വിളിക്കോളെ. എന്താ നിന്റെ ഉദ്ദേശം? നീ ആരോടെ കളിക്കുന്നറിയോ? ഒരെണ്ണം പോയി ഇനി ഇതിനെ കൂടി കുഴിഞ്ഞു കൊടുക്കണോ? എന്നെ കൊല്ലടി, ഒരെണ്ണം നഷ്ടപ്പെട്ടവരാണ്. പിടിച്ചോ. എന്റെ മോക്ക് ഭ്രാന്ത, അവളെ പിടിച്ചു കേട്ടു. 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 എന്റെ ജീവനും ഭീഷണി നേരിട്ടപ്പോഴാ അച്ഛൻ ഇവിടെ കൊണ്ടിട്ടത്. ഞാൻ ഓർത്തു, ഒരുപക്ഷെ അച്ഛന്റെ സുരക്ഷിതത്വത്തിനും കൂടി ആയിരിക്കും അതെന്ന്. എന്നിട്ടും എല്ലാം കണ്ടില്ല അമീർ. കീഴടങ്ങരുത്. കണക്കുകൾ തീർക്കണം. അതിനുള്ള കരുത്ത് ഇയാൾക്കുണ്ട്. പക്ഷേ ഓരോ ചൂടും സൂക്ഷിച്ചു വേണം. ഞാൻ കൂടെ ഉണ്ടാവും എപ്പോഴും. സർ, അവരോട് ഇങ്ങോട്ട് വരാൻ പറയട്ടെ. നോ, ഇപ്പൊ ആരും ഇങ്ങോട്ട് വിടണ്ട. അജി, ഒന്നും കഴിക്കാത്തല്ലേ? നല്ല ക്ഷീണുണ്ടാവും. ഇതൊക്കെ അതൊക്കെ പിന്നെ പറയാം. ഇപ്പൊ ഇത് കഴിക്കേ. നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ എങ്ങനെയും നമ്മളെ അവർ ട്രേസ് ഔട്ട് ചെയ്യും. ഭാഗ്യത്തിന് വളരെ സേഫായ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തിപ്പെട്ടത്. ഒരു ദേവേന്ദ്രന് പോലും ഇവിടെ എത്തിപ്പെടാൻ കഴിയില്ല. പക്ഷേ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഞമ്മക്കിത് മനസ്സിലാവണില്ല. എന്ത് പേടിക്കണ്ട നിങ്ങൾ ഈ പറയണേ? ഞമ്മക്കൊരു സമാധാനം കിട്ടുന്നില്ല. അടികൊണ്ട പാമ്പാ പാഴ്ചി രണ്ടും കൽപ്പിച്ച ഓള് പുറത്തു ചാടിയിട്ടുണ്ടാവുക. അവൾ ഒരു കോപ്പും ചെയ്യാൻ പോകുന്നില്ലടോ. കൊഞ്ചം തുള്ളിയാ മുട്ടോളം. പിന്നെ ചട്ടിയില് 24 മണിക്കൂറിനകം അവളെ എന്റെ മുന്നിലെത്തിക്കും. എന്നിട്ട് മൂക്കുകൊണ്ട് ഇച്ഛാവരപ്പിക്കും ഞാൻ. താൻ കണ്ടോ? മന്ത്രി ഇമാതിരി കുളൂസൊക്കെ തന്നെ പറഞ്ഞേ. ഇങ്ങക്കൊക്കെ എസ്കോർട്ടും പോലീസും പട്ടാളൊക്കെ ഉണ്ട്. ഞമ്മക്ക് എന്ത് മാങ്ങാത്തോലേ ഉള്ളത്? ഞാനും മന്ത്രി ഇവിടെ ഉള്ളിടത്തോളം കാലം തന്റെ രോമം തൊടാൻ പോലും ഇവിടെ ഒരുത്തിനും ധൈര്യം വരില്ല. നിങ്ങൾ പറഞ്ഞാൽ ഞമ്മക്ക് വിശ്വസിക്കാലോ. ഉറപ്പല്ലേ കമ്മീഷണറെ? ഉറപ്പ് ഞാനല്ലേ പറയുന്നത്. ഓക്കെ. റബ്ബുലാലമീനായ തമ്പുരാനെ, എന്തൊക്കെ ആവത്താണ് അവ വരാൻ പോണത്? എങ്ങനെയുണ്ട്?
സൂപ്പർ. ഈ വേഷത്തിൽ ഇപ്പോ അജിയുടെ അച്ഛനെ പോലും ഐഡന്റിഫൈ ചെയ്യാനാവില്ല. ഓക്കെ, ലെറ്റ് us proceed. ഹലോ, ആ കമ്മീഷണറെ, ആ പാഴ്ച നമ്മളെ വിളിച്ചിരുന്നു. എന്താ ചെയ്യാന്നൊരു പിടിയും കിട്ടുന്നില്ല. ആകെ ഒരു കൊയമാന്തരം. താനിപ്പോ എവിടുന്നാ സംസാരിക്കുന്നേ? ഒരു ബൂത്തീന നമ്മുടെ സെല്ല ഔട്ടാ. ആ പിന്നെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ വിളിച്ച് വേറൊരു സംഗതിക്കാം. നമ്മുടെ തലപ്പരാന്ത് മാറിക്കിട്ടാൻ ഒരു സാധനം ഏർപ്പാടാക്കിയേക്കുന്നു. ആ ഒരു സ്വയംബൻ സാധനം. പോർന ഒരു അറബിച്ചി. ഖത്തറിൽ നിന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് ഇറങ്ങിയതാ. തൽക്കാലം നമ്മുടെ ടെൻഷൻ ഒന്ന് മാറട്ടെ. അങ്ങനെ വഴിക്കുവാ. ഞാനും ഒരു ത്രില്ലിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ആലോചിച്ചതാ. അപ്പൊ ദേ, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. ആ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യും. ആ ഗ്രീൻലാൻഡിൽ 2 മുറി ഏർപ്പാട് ചെയ്യും. ഒന്ന് ഞമ്മക്കും ഒന്ന് ഓൽക്കും. ഓല ആദ്യം അവിടെ എത്തും, ഞമ്മള് കുറച്ച് കഴിഞ്ഞിട്ട് എത്തും. സൂക്ഷിക്കണ്ടേ? കാടിയാണെങ്കിലും മൂടിക്കുടിക്കണല്ലോ. ശരി എന്നാല്. ഓക്കെ. യെസ്, കമിങ്. beloved name? അജിത. What? അജിത. ലുക്ക് മിസ്റ്റർ കമ്മീഷണർ ഭദ്രൻ, എന്റെ ആദ്യത്തെ ഇരയാവാനുള്ള ഭാഗ്യം നിനക്കാണ്. താങ്ങാനാവാത്ത പാപഭാരം കൊണ്ട് ആത്മഹത്യ ചെയ്ത ഒരു പോലീസ് ഓഫീസറുടെ ഡെഡ് ബോഡി ആയിരിക്കും നാളത്തെ പ്രഭാതത്തിൽ ലോകം കാണുന്നത്. ഒരു ആത്മഹത്യ എന്റെ അനിയത്തി ചെയ്ത പോലെ, രാവണേട്ടൻ ചെയ്ത പോലെ വെറും ഒരു ആത്മഹത്യ. അതിനു മുൻപ് താൻ എനിക്കൊരു മരണക്കുറിപ്പ് എഴുതി തരണം. എഴുത്. ഒരുപാട് പാപം ഞാൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് മടുത്തു. എന്റെ മരണത്തിൽ ആർക്കും പങ്കില്ല. ആഹാ, എന്തൊരനുസരണ. ഇനി ഞങ്ങൾ നിനക്ക് സമ്മാനിക്കാൻ പോകുന്നത് നിശബ്ദമായ തണുത്ത, തീരെ തണുത്ത ഒരു മരണം. അമീർ, come on, hurry up.
മിസ്റ്റർ ഭദ്രൻ, ഇനി എല്ലാം ഭദ്രം. ശുഭം. മംഗളം ഭവന്തു. നമസ്കാരം. പ്രധാന വാർത്തകൾ. സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രൻ IPS ഹോട്ടൽ ഗ്രീൻലാൻഡിലെ 610 നമ്പർ മുറിയിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. റബ്ബർ വിലയിടിവിനെതിരെ ഇന്ന് പ്രതിപക്ഷ കക്ഷികൾ കലക്ട്രേറ്റ് പിക്കറ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. സിറ്റി പോലീസ് കമ്മീഷണർ ഭദ്രൻ IPS ഹോട്ടൽ ഗ്രീൻലാൻഡിലെ 610 നമ്പർ മുറിയിൽ മരണപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ഇതൊരു ആത്മഹത്യയാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഹോട്ടൽ മുറിയിൽ നിന്നും പോലീസ് ഭദ്രന്റേതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് കണ്ടെടുത്തു. വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടുന്നില്ല. കൂടുതൽ അന്വേഷണങ്ങൾക്കായി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇത് ക്രമസമാധാനത്തിന്റെ പ്രശ്നം തന്നെയാണെന്ന് ഞാൻ പറയൂ. പോലീസിന്റെ അലംഭാവം അല്ല പിന്നെന്താ? എടോ ദിവാകര, താൻ വയലന്റ് ആകാതെ. പോലീസ് കമ്മീഷണറുടെ മരണം ആത്മഹത്യയാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കൂടാതെ മരിക്കുന്നതിന് മുമ്പ് കമ്മീഷണർ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പും കിട്ടിയിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു പ്ലാൻഡ് ഓപ്പറേഷൻ ആണെന്ന്. അതുകൊണ്ട് കേസിന്റെ ചുമതല എത്രയും പെട്ടെന്ന് പ്രാപ്തനായ ഒരാളെ ഏൽപ്പിക്കണം. പോലീസിന്റെ ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് പരക്കെ ആക്ഷേപമുണ്ട്. ശരി, ഓക്കെ, നമുക്ക് വേണ്ടത് ചെയ്യാം. താനിപ്പോ ചെല്ല്.